ഒരു രസം ഉണ്ടായിരുന്നെങ്കിൽ ചോറുണ്ണാൻ രസം ഉണ്ടായിരുന്നു, പക്ഷേ ഉച്ചയായി ഉണ്ണാറായതുകൊണ്ട് ഇനി വെക്കാൻ വയ്യെന്ന് പറഞ്ഞിരിക്കുകയാണ് അമ്മ. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് രസം ഞാൻ റെഡിയാക്കാമെന്നും പറഞ്ഞ് അമ്മേനെ കാണാൻ വന്ന് ഞാൻ അടുക്കളയിൽ രസം ഉണ്ടാക്കാൻ കയറിയിട്ടുണ്ട്. രസം ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അമ്മയടുത്തൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. കണക്കിന് ഉപ്പും പുളിയും പാകത്തിനെല്ലാം മസാലക്കൂട്ടും എടുത്തു തരണം. കാരണം ഞാൻ വെക്കുന്നതിനെല്ലാം അമ്മയ്ക്ക് എരിവും പുളിയൊക്കെ കൂടിപ്പോവും. അങ്ങനെ ദാ മുളകും മല്ലി എല്ലാം പാകത്തിന് അമ്മ എടുത്ത് തന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഒരു ഇമ്മിണി പുളിയും എല്ലാം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അമ്മതോ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. വീഡിയോ കാണാൻ വയ്യാത്തത് കൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ സാരയില്ല, വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലൊക്കെ തന്നെ എല്ലാവരും കാണിക്കണം, ഒന്ന് ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ എന്നെ കാണാൻ വല്ലാതിരിക്കേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താടി കൈയും വെച്ചുകൊണ്ട് പറഞ്ഞിട്ടാണ് വന്ന് രസത്തിന് ഉപ്പും പുളിയൊക്കെ നോക്കിയത്. അപ്പോൾ പറഞ്ഞു കൊള്ളാം, നല്ല അടിപൊളി രസമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പുളി കുറവാണ്, എരിവ് കുറവാണ്. അപ്പോൾ പറഞ്ഞ് സാരമില്ല, ഇതാണ് അടിപൊളി രസം, എനിക്ക് ഇങ്ങനെ മതിയെന്ന്. അങ്ങനെ ഞാനും കൂട്ടി നോക്കി. എരിവും പുളിയൊക്കെ കുറവാണെങ്കിലും രസം അടിപൊളി. പക്ഷേ നമ്മളെ വീട്ടിലാണെങ്കിൽ ഗിരീഷനും ആദൂനൊക്കെ എരിവും പുളകൊക്കെ ഒരുപാട് വേണമെന്നുണ്ട്. ഞാൻ അതെല്ലാം ഒത്തിരി കൂടുതൽ ചേർക്കും കേട്ടോ. പക്ഷേ നമ്മളെ വീട്ടിൽ വെക്കുന്നേക്കാളും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ തന്നെ വെച്ചെങ്കിലും മസാല കൂട്ടല്ല അമ്മേനെ എടുത്ത് തന്നെ. രസം തിളച്ച് മറിഞ്ഞപ്പോൾ തന്നെ ചൂടോടെ ആ രസം ഒഴിച്ച് അമ്മ ചോറ് തിന്നായിരുന്നിട്ടുണ്ട്. ഗുളികയും മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ സമയത്തമ്മ ആഹാരം കഴിക്കും. കുറച്ച് വെള്ളം ഇങ്ങെടുത്താന്ന് പറഞ്ഞപ്പോൾ പൈപ്പിൽ നിന്ന് ഞാൻ പച്ചവെള്ളം എടുത്ത് കൊടുത്തപ്പോൾ എനിക്കിതൊന്നും വേണ്ട, ഞാനതൊന്നും കുടിക്കത്തില്ല, നല്ല ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം ഇരിപ്പുണ്ട്, നീ എനിക്ക് അതെടുത്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ആ ജീരക വെള്ളം ഞാൻ അമ്മയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. താമസം ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ആഹാരത്തിന് മറ്റു കാര്യങ്ങൾക്കെല്ലാം അമ്മയ്ക്ക് പ്രത്യേകം ചിട്ടവട്ടങ്ങളാണ്. നടന്നു വരാവുന്ന ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാര്യവും പറഞ്ഞിരുന്ന് ഇത്തിരി സമയം ഇവിടെ ചിലവഴിച്ചിട്ട് ഞാൻ ദാ ഇപ്പം തന്നെ പോവുകയെ. പിന്നെ വെള്ളിയിൽ തീർത്ത എൻ്റെ താലിമാല ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. രസം ഞാൻ വീണ്ടും വീട്ടിൽ കുടിച്ച് വെക്കുന്ന ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ, സീ യു.